ക്വിസ് ആൻഡ് ഫാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ജൂൺ 19 തീയതി വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. ഓരോരോ പാർട്ടുകളിലായി വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച നോവലുകളും അവയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളും എന്ന ടോപ്പിക്കാണ്. ഇതല്ലാതെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കായിരിക്കും നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ നമ്മുടെ എല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ അവസാനവും നൽകിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യന്റെ ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കിനി നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ അത്ര വിശദീകരിച്ചല്ല ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. പിന്നെ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ബേസിക് ആയ കാര്യങ്ങൾ തൊട്ട് പഠിക്കണമെങ്കിൽ നമ്മുടെ ആദ്യത്തെ വീഡിയോ തൊട്ട് കണ്ടു തുടങ്ങുക. അതിലാണ് നമ്മൾ PN പണിക്കരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി ശേഷം മലയാളത്തിലെ പ്രധാനപ്പെട്ട ഓരോരോ വിഷയങ്ങളും തൊട്ടാണ് നമ്മൾ ഓരോ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പാർട്ട് 5 ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ആദ്യത്തെ പാർട്ടുകൾ കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ അത് കാണുക, അതിനുശേഷം ഈ വീഡിയോ കാണുക. അപ്പോൾ നമുക്കിനി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, മലയാള സാഹിത്യത്തിലെ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? ആർക്കും സംശയമൊന്നുമുണ്ട് എന്ന് കരുതുന്നില്ല. ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ആണ്. മലയാള സാഹിത്യത്തിൽ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ. രണ്ടാമത്തെ ചോദ്യം, OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിലെ പ്രധാന കഥാപാത്രമായ അധ്യാപകൻ ആരാണ്? ഉത്തരം രവി. അതായത് OV വിജയന്റെ കൃതിയാണ് ഖസാക്കിന്റെ ഇതിഹാസം എന്ന് ആദ്യം അറിഞ്ഞിരിക്കുക. ആ നോവലിലെ പ്രധാന കഥാപാത്രമായ അധ്യാപകന്റെ പേര് രവി എന്നാണ്. ഈ ചോദ്യം പല ക്വിസ് മത്സരങ്ങളിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. തന്റെ ഭൂതകാല പാപങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാൻ ഒരു ഏക അധ്യാപക വിദ്യാലയം നടത്താൻ എത്തുന്ന കഥാപാത്രമാണ് ഇതിനകത്ത് രവി എന്ന് പറയുന്ന കഥാപാത്രം. ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം, മജീദും സുഹറയും ഏത് പ്രശസ്ത ബഷീർ നോവലുകളിലെ കഥാപാത്രമാണ്? ഉത്തരം ബാല്യകാലസഖി. ബഷീറിന്റെ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള നോവൽ എന്നറിയപ്പെടുന്നത് ഈ ഒരു ബാല്യകാലസഖിയാണ്. അതിലെ കഥാപാത്രങ്ങളാണ് മജീദും സുഹറയും. ഇവരുടെ പ്രണയകഥയാണ് ബാല്യകാലസഖി എന്ന നോവലിലൂടെ ബഷീർ പറഞ്ഞിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയ 2 ക്യാരക്ടേഴ്സ് ആണ്, ഓർത്തിരിക്കുക. ഏതാണ് കൃതി? ബാല്യകാലസഖി. നാലാമത്തെ ചോദ്യം, മഹാഭാരത പശ്ചാത്തലത്തിൽ രണ്ടാം ഊഴം എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായരാണ് രണ്ടാം ഊഴം എന്ന കൃതി രചിച്ചിരിക്കുന്നത്. ഇതൊരു നോവലാണ്. മഹാഭാരത കഥയാണ് ഇതിലൂടെ പറയുന്നത്. മഹാഭാരത കഥ ഭീമന്റെ കാഴ്ചപ്പാടിലൂടെയാണ് ഈ ഒരു കൃതിയിൽ പറയുന്നത് എന്ന് ഓർത്തിരിക്കുക. ഉത്തരം MT വാസുദേവൻ നായർ. അഞ്ചാമത്തെ ചോദ്യം, കടപ്പുറത്തെ അരയന്മാരുടെ ജീവിതം പറയുന്ന തകഴി ശിവശങ്കരപിള്ളയുടെ പ്രശസ്തമായ നോവൽ ഏതാണ്? ഉത്തരം ചെമ്മീനാണ്. കടപ്പുറത്തെ അരയന്മാരുടെ കഥ പറയുന്ന തകഴി ശിവശങ്കരപിള്ളയുടെ നോവലാണ് ചെമ്മീൻ എന്ന് പറയുന്നത്. കറുത്തമ്മയുടെയും പരീക്കുട്ടിയുടെയും ദാരുണമായ പ്രണയകഥയാണ് ഈ ഒരു നോവലിലൂടെ പറയുന്നത്. പിൽക്കാലത്ത് ഇത് വലിയ സിനിമയായി മാറിയതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇന്ദുലേഖ എന്ന ആദ്യകാല നോവലിലെ നായകനായ പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ കഥാപാത്രം ആരാണ്? ഉത്തരം മാധവൻ. അതായത് ഇന്ദുലേഖ എന്ന ആദ്യകാല നോവലിലെ നായകനായ പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ കഥാപാത്രമാണ് മാധവൻ എന്ന് പറയുന്ന കഥാപാത്രം. ഒയ്യാരത്ത് ചന്തുമേനോനാണ് ഈ ഒരു ഇന്ദുലേഖ എന്ന കൃതി എഴുതിയത് എന്ന് മറക്കരുത്. ഏഴാമത്തെ ചോദ്യം, P പത്മരാജന്റെ ഏത് പ്രശസ്ത നോവലിലെ കഥാപാത്രങ്ങളാണ് ജയകൃഷ്ണനും ക്ലാരയും? ഉത്തരം ഉദകപ്പോള. അതായത് P പത്മരാജന്റെ 2 പ്രശസ്തമായ കഥാപാത്രങ്ങളാണ് ജയകൃഷ്ണനും ക്ലാരയും. ഇതേത് നോവലിലെ കഥാപാത്രങ്ങളാണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഉദകപ്പോളയാണ്. ഈ നോവലാണ് പിന്നീട് സിനിമയാക്കി മാറ്റിയത്. സിനിമയുടെ പേര് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. തൂവാനത്തുമ്പികൾ എന്നാണ് സിനിമയുടെ പേര്. അപ്പോൾ ക്യാരക്ടേഴ്സിന്റെ പേര് മറക്കരുത്. ജയകൃഷ്ണനും ക്ലാരയുമാണ്. ഏതാണ് കൃതി? ഉദകപ്പോള. അത് പിന്നീട് സിനിമയാക്കി മാറ്റിയത് തൂവാനത്തുമ്പികൾ. അടുത്ത ചോദ്യം, മാർത്താണ്ഡവർമ്മ എന്ന ചരിത്ര നോവലിലെ വീരനായകനായ കഥാപാത്രം ആരാണ്?
ഉത്തരം അനന്തപത്മനാഭൻ. അതായത് സി.വി. രാമൻ പിള്ള 1891 എഴുതിയ ഈ കൃതി തിരുവിതാംകൂർ ചരിത്രത്തെ പശ്ചാത്തലമാക്കിയുള്ള മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലാണ്. കൃതിയുടെ പേര് മറക്കരുത്, മാർത്താണ്ഡവർമ്മയാണ്. രചിച്ചിരിക്കുന്നത് സി.വി. രാമൻ പിള്ള. ഇതിലെ പ്രധാന കഥാപാത്രമാണ് അനന്തപത്മനാഭൻ. 9ാമത്തെ ചോദ്യം, മലയാറ്റൂർ രാമകൃഷ്ണൻ ഏത് നോവലിലാണ് IAS ഉദ്യോഗസ്ഥനായ വിശ്വനാഥന്റെ കഥ പറയുന്നത്? ഉത്തരം വേരുകൾ. മലയാറ്റൂർ രാമകൃഷ്ണന്റെ വേരുകൾ എന്ന നോവലിലാണ് IAS ഉദ്യോഗസ്ഥനായ വിശ്വനാഥന്റെ കഥ പറയുന്നത്. കഥാപാത്രത്തിന്റെ പേര് വിശ്വനാഥൻ എന്നാണ്. അദ്ദേഹം ഒരു IAS ഉദ്യോഗസ്ഥനാണ്. എന്താണ് കൃതിയുടെ പേര്? വേരുകൾ എന്നാണ്. രചിച്ചിരിക്കുന്നത് മലയാറ്റൂർ രാമകൃഷ്ണൻ. വീഡിയോയിലെ 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ചോദ്യം ഇതാണ്: M. മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം ആരാണ്? ഉത്തരം ദാസൻ. ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ പറയാം. ആദ്യം തന്നെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്നത് ഒരു നോവലാണെന്ന് ഓർത്തിരിക്കുക. ഇതിലെ കേന്ദ്ര കഥാപാത്രമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ദാസൻ. ഈ ഒരു നോവൽ രചിച്ചിരിക്കുന്നത് M. മുകുന്ദനാണ്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. 11ാമത്തെ ചോദ്യം, ആടുജീവിതം എന്ന ബെസ്റ്റ് സെല്ലർ നോവലിലെ നായകൻ ആരാണ്? ആടുജീവിതം സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്യാരക്ടറിന്റെ പേരും നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും. ആടുജീവിതം എന്ന ബെസ്റ്റ് സെല്ലർ നോവലിലെ നായക കഥാപാത്രമാണ് നജീബ്. 12ാമത്തെ ചോദ്യം, ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന നോവലിലെ നായിക കഥാപാത്രം ആരാണ്? ഉത്തരം ദേവകി. അതായത് ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന നോവലിലെ നായിക ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ദേവകിയാണ്. അന്തർജനങ്ങൾ അനുഭവിച്ചിരുന്ന ആചാരങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യ സമരത്തിലേക്കും സാമൂഹിക മാറ്റത്തിലേക്കും ഇറങ്ങിത്തിരിച്ച സ്ത്രീയുടെ കഥയാണിത് എന്ന് ഓർത്തിരിക്കുക. എന്താണ് കഥാപാത്രത്തിന്റെ പേര്? ദേവകി. 13ാമത്തെ ചോദ്യം, എട്ടുകാലി മമ്മൂഞ്ഞ് ഏത് പ്രശസ്ത എഴുത്തുകാരന്റെ കഥാപാത്രമാണ്? സംശയമൊന്നും വേണ്ട, ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ആണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്തമായ ഒരു കഥാപാത്രമാണ് എട്ടുകാലി മമ്മൂഞ്ഞ്. 14ാമത്തെ ചോദ്യം, ഒരു സങ്കീർത്തനം പോലെ എന്ന പെരുമ്പടവം ശ്രീധരന്റെ നോവൽ ഏത് വിദേശ എഴുത്തുകാരന്റെ ജീവിതമാണ് പറയുന്നത്? ഉത്തരം ദസ്തേവെസ്കി. ആ ഒരു ക്യാരക്ടറിന്റെ പേര് മറക്കരുത്, ദസ്തേവെസ്കി ആണ്. പ്രശസ്ത റഷ്യൻ എഴുത്തുകാരനായ ദസ്തേവെസ്കിയുടെയും അദ്ദേഹത്തിന്റെ പങ്കാളി അന്നയുടെയും പ്രണയവും ജീവിതവുമാണ് ഈ ഒരു നോവലിന്റെ പ്രമേയം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിൽ ലഭിക്കുന്നതാണ്. PDF ആയിട്ടാണ് ലഭിക്കുന്നത്. PDF വേണ്ടവർ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. വീഡിയോയിലെ അവസാന ചോദ്യം, ഇത് കഴിഞ്ഞാലുടൻ ബോണസ് ചോദ്യമാണ്. തകഴി ശിവശങ്കര പിള്ളയുടെ തോറ്റിയുടെ മകൻ എന്ന നോവലിലെ പ്രധാന പശ്ചാത്തലം ഏത് നഗരമാണ്? ഉത്തരം ആലപ്പുഴ. അതായത് തകഴി ശിവശങ്കര പിള്ളയുടെ തോറ്റിയുടെ മകൻ എന്ന നോവലിലെ പ്രധാന പശ്ചാത്തല നഗരമാണ് ആലപ്പുഴ. എഴുതിയ ആളുടെ പേര് മറക്കരുത്, തകഴി ശിവശങ്കര പിള്ളയാണ്. നോവലിന്റെ പേര് തോറ്റിയുടെ മകൻ. സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ള ശുചീകരണ തൊഴിലാളികളുടെ, അവരെയാണ് നമ്മൾ ഇതിനകത്ത് തോട്ടിപ്പണിക്കാർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്, അവരുടെ 3 തലമുറകളുടെ ജീവിതവും ദുരിതങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു നോവലാണിത്. ഇനി നമുക്ക് ഈ ഒരു വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ബോണസ് ചോദ്യം ഇതാണ്. നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞു ബഷീറിന്റെ വളരെ പ്രശസ്തമായ ഒരു കഥാപാത്രമാണ് എട്ടുകാലി മമ്മൂഞ്ഞ്. ആ ഒരു എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന് പറയുന്ന കഥാപാത്രമുള്ള ആ ഒരു ബഷീറിന്റെ കൃതിയുടെ പേരെന്താണ്? ആ ഒരു കൃതിയുടെ പേര് അറിയുന്നവർ എല്ലാവരും കമന്റ് ബോക്സിൽ ഉത്തരം നൽകുക. ഉത്തരത്തിന്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരവും അതുപോലെ തന്നെ വിന്നേഴ്സിനെ നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ്. നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിന്റെ ഉത്തരവും വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു: PN പണിക്കരുടെ ജന്മസ്ഥലം എവിടെയാണ്? ഇതിന്റെ ശരിയായ ഉത്തരം ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ എന്ന സ്ഥലമാണ്. ഇനി ആരൊക്കെയാണ് സെലക്ട് ചെയ്യപ്പെട്ട വിന്നേഴ്സ് എന്ന് നോക്കാം.
നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സായി സെലക്ട് ചെയ്യപ്പെട്ടവർ ദ്രൗപദി ശ്രീകുമാർ, ഭരത് SR, ബിജു മുണ്ടയാൻ, സാർവണ JV, ശ്രീഹരി S, കാശിനാഥൻ, നവ്യജ്യോതി K, ഭവ്യയാമി, തന്മയ T, വേദ്വിക അരുൺ, നയന ഇറിൻ, ധന്യ രാജേഷ്. ഇത്രയും പേരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നറായി സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതേപോലെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ അവരുടെ കൃതികളും അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെയും പറ്റിയാണ്. അടുത്ത ലൈവ് ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പറയുന്നതാണ്. അതിനുവേണ്ടി കാത്തിരിക്കുക. ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.